ചില വചനങ്ങൾ പാലിക്കാൻ പ്രയാസമായി വരും. ചില വചനങ്ങൾ പാലിക്കാൻ എല്ലാവർക്കുമല്ല. വചനങ്ങൾ പാലിക്കാൻ ഉള്ള കഴിവനുസരിച്ചാണ് നീ എന്തുമാത്രം ദൈവത്തോട് വിട്ടുപോകാതെ നിൽക്കുന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എപ്പോഴും വചനങ്ങളെ കൊണ്ട് അപ്പമാക്കാൻ വേണ്ടിയുള്ള പ്രലോഭനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈസിയാണത്. എല്ലാ വചനങ്ങളെയും അപ്പമാക്കി വയറ് നിറക്കുക എന്നുള്ള ആ പ്രലോഭനം, എല്ലാം അനുഗ്രഹമാക്കി മാറ്റി കഴിഞ്ഞുകൂടുക എന്നുള്ള ആ ഒരു താല്പര്യം. ആത്മാവിന് വേണ്ടുന്ന കാര്യങ്ങൾ നിന്നോട് 1 മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്നവനോട് 2 മൈൽ പോകാൻ പറയുന്ന സംഭവമില്ലേ, അത് വചനം കഠിനമാണ്. അപ്പമാകാനുള്ള വചനം കുറച്ച് എളുപ്പമാണ്. അപ്പോൾ വചനം കഠിനമാകുമ്പോഴാണ് വിട്ടുപോകാനുള്ള ഇത് തോന്നുന്നത്. ചില വചനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചു. അമ്മയപ്പനും അമ്മായിയമ്മ വീട്ടിൽ വന്ന് നിൽക്കുക. ആരുടെ? ഭാര്യയുടെ. ഭർത്താവിൻ്റെ അപ്പനും അമ്മയും ഉണ്ട്. അവർക്ക് പോകാൻ ഇടമില്ല. മകൻ കഞ്ചാവ് അടിച്ച് നാട്ടുകാരുടെ കൈകൊണ്ട് ചത്തതുപോലെ നാട്ടിലില്ല ഇപ്പം. ആ അപ്പനും അമ്മനും രോഗിയാണ്. ഭാര്യ ഇവിടെയാണ്. ഇവിടെ അപ്പനും അമ്മയും ഓൾറെഡി ഉണ്ട് ഭർത്താവിന്. പിന്നെ അവരെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം? 4 പേരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമല്ല പ്രശ്നം. നിർത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചില പുലിവാല എന്താണ്? മൂത്ത മകൻ്റെ കല്യാണക്കാര്യം വരണില്ല. 4 അപ്പനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ. മൂത്ത മകൻ്റെ കല്യാണക്കാര്യം വരണില്ല. അപ്പോൾ എന്താ, കല്യാണം വരുന്നത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവസാനം ഇവർ ഗതികെട്ട് അവർ ചോദിച്ച്, എന്താ നിങ്ങൾ കല്യാണം വിട്ടത്? അപ്പോഴ് പറയണേ, ഇത് വൃത്തമന്ദിരമല്ലേ എന്ന്. അപ്പോഴ് ഒരു തീരുമാനം എടുക്കാൻ വചനം കഠിനമാകണം. കണ്ടില്ലേ? അനുഭവം കൊണ്ട് വചനം കഠിനമായത് കണ്ടോ? അപ്പോഴ് അതിൻ്റെ പേരിൽ മകന് കല്യാണം കഴിക്കാൻ വേണ്ടി അപ്പനെ അമ്മനെ ഇറക്കി വിടണം. അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതാണ് അവിടെയാണ് പ്രശ്നം. ഒരു വചനം കഠിനമാകണത് ഇങ്ങനെയാണ്. ഈ വചനം കഠിനമാകുമ്പോൾ ഇത് സ്വീകരിക്കാനുള്ള കഴിവനുസരിച്ചിരിക്കും കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതും ഇല്ലാത്തതും. ഇപ്പോഴേ ആ മകനെ സംബന്ധിച്ചിടത്തോളം അവനെ ആദ്യ നിലവാരം അപ്പൻ്റെ അമ്മനെ ഇറക്കി വിട്ടാലും കുഴപ്പമില്ല, എനിക്ക് കെട്ടിയാൽ മതി എന്നാണ് അവൻ ആദ്യം തീരുമാനിച്ചത്. ഇപ്പം കർത്താവിൻ്റെ വചനം അവന് കയറി വന്നപ്പോൾ, അവന് ആദ്യം കഠിനമായ വചനം ലഘുവായി വന്നപ്പോൾ, കർത്താവിൻ്റെ സ്നേഹം വർദ്ധിച്ച് വന്നപ്പോൾ അവനിപ്പോൾ തീരുമാനിക്കണത് ഞാൻ കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പനും അമ്മയെ ഞാൻ സംരക്ഷിക്കുമെന്നാണ്. ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ നോൻപ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആന്തരികതയിലേക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ കഠിനമാണെന്ന് ജീവിതാനുഭവങ്ങൾ കൊണ്ട് തോന്നുകയും അത് പാലിക്കുവാൻ നിവൃത്തിയില്ലാതെ പത്രോസിനെ പോലെ അപ്പോസ്തലന്മാരോട് നീ ചോദിച്ചതുപോലെ കർത്താവേ നിങ്ങൾക്കും പോണമോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലെ കർത്താവേ പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പറയാൻ കഴിയണമേ. എന്താണ് പത്രോസ് പറഞ്ഞത്? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? എവിടെ പോകുമെന്നുള്ള സ്ഥലമല്ല പറഞ്ഞത്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? ഒരു വ്യക്തിനെയാണ് പറഞ്ഞത്. പറഞ്ഞാൽ മനസ്സിലായോ? ആ വാക്കെല്ലാം വളരെ വ്യക്തമാണ്. 6:69 6:67 മർക്കോസിൻ്റെ 6:60 മുതൽ തുടങ്ങുന്ന വചനങ്ങളാണിതെല്ലാം. 6:69 തീരണത്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും എന്ന് പറഞ്ഞേ? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ. അപ്പോഴാ ഒരു വ്യക്തിയാണ് പ്രശ്നം. ക്രിസ്ത്യാനിറ്റി ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ്, അല്ലാതെ ഒരു സ്ഥലവുമായിട്ടുള്ള ബന്ധമല്ല.
ഇനി സ്ഥലമാണെങ്കിൽ പോലും ആ വ്യക്തിയിലൂടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ഥലമൊരുക്കും. സ്ഥലം ആയിട്ട് ബന്ധപ്പെടുന്നതും ആ വ്യക്തിയിലൂടെയാണ്. നീ ദൈവത്തിൻ്റെ കൂടെ ആണോ അല്ലയോ എന്ന് പറയണത് നീ ക്രിസ്തുവിൻ്റെ കൂടെ ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. നീ ക്രിസ്തുവിൻ്റെ കൂടെ ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് അവരുടെ കഠിനമായ പദങ്ങൾ, വചനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നിനക്ക് വിട്ടുപോകാൻ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, പത്രോസ് ചോദിച്ച പോലെ ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ചോദിക്കുക. ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ ഉള്ളത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, വിട്ടു പോകണമോ എന്ന് ചോദിക്കുമ്പോഴേ ഈ വചനം കഠിനമാണെന്ന് പറയുന്ന യോഹന്നാൻ 6:60 ഒത്തിരി പേര് കഠിനമായത് കാരണം കർത്താവിനെ വിട്ടുപോയി. ഓർക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് വിട്ടുപോകും. കർത്താവിൻ്റെ ഏതെങ്കിലും വചനങ്ങൾ നിനക്ക് കഠിനമായി എന്ന് തോന്നിയാൽ നിനക്ക് നിവർത്തിക്കാൻ പറ്റണില്ല, അതിനാവശ്യമായ വിശ്വാസമില്ല, അതിനാവശ്യമായ ദൈവസ്നേഹമില്ല, അതിനാവശ്യമായ പ്രത്യാശ ഇല്ലെന്ന് വെച്ചാൽ ഇറ്റ്സ് ഫാക്ടോ ബൈ നോ മീൻസ് യു ആർ ഔട്ട്. നിങ്ങളെ വിട്ടുപോയിരിക്കുകയാണ്. അതാണ് എൻ്റെ വിഷയം. ഏതെങ്കിലും ഒരു വചനം കഠിനമാണെന്ന് തോന്നിയാൽ അത് നിവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബൈ ഇറ്റ് മീൻസ് നിങ്ങൾ ഔട്ടാണ്. അതാണ് എൻ്റെ അപകടം എന്ന് പറയുന്നത്. കർത്താവ് വിട്ടു പോകണോ എന്ന് ചോദിക്കും. എല്ലാവരും വിട്ടു പോയി കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത്. 12 പേരോട് ചോദിച്ചു, വിട്ടു പോകണോ? അപ്പോൾ പത്രോസ് പറഞ്ഞ്, കഠിനമാണ് വചനം, വചനം കഠിനമാണ്. പക്ഷേ ഈ വചനം അനുദിന ജീവിതത്തിൻ്റെ വചനങ്ങളല്ല, കല്ലപ്പമാക്കുന്ന വചനങ്ങളല്ല, കല്ലപ്പമാക്കാനുള്ള വചനങ്ങളല്ല എന്നാണ് പിശാസിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്ന പത്രോസാണ്. ഈ വചനം കല്ലുകൾ അപ്പമാക്കാനുള്ള വചനങ്ങളല്ല, പിന്നെ എന്താണ്? നിത്യജീവൻ്റെ വചനങ്ങളാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അതാണ് പത്രോസ്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? ഒരു വചനം കഠിനമാകുമ്പോൾ അത് അനുദിന ജീവിതം നടപ്പിലാക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായ നഷ്ടമോ മറ്റു നമ്മുടെ സൗകര്യങ്ങൾക്ക് നഷ്ടമോ ഉണ്ടാകുമ്പോൾ ആ വചനങ്ങളെല്ലാം കഠിനമാണ്. ആ വചനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ലോകത്ത് ആരുടെങ്കിലും വചനം കഠിനമാണെങ്കിൽ അത് കർത്താവിൻ്റെ വചനം മാത്രമേ കഠിനമാകത്തുള്ളൂ. കാരണം എന്താണ്? പത്രോസ് പറഞ്ഞതാണ്, നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ എന്ന്. അതാണ് പത്രോസ് വിട്ടുപോകാതെ ഇരിക്കാൻ കാരണം. വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്കൊരു കാരണമേ ഉള്ളൂ. എന്നാ കാരണം? അത് കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായതുകൊണ്ടും അതിനേക്കാളുപരി അത് നിത്യജീവന്റെ വചനങ്ങളായതുകൊണ്ടാണ്. കൈയിട്ടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങളാണ്. അവ ദൈവത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാണ്. അത് രക്ഷയുടെ വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കഠിന വചനങ്ങൾ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിലെ ഹെവി ഡ്യൂട്ടി വചനങ്ങളാണ്. കഠിന വചനങ്ങൾ വരുമ്പോഴേ ജീവിതത്തിൽ കഠിന വചനങ്ങൾ വരും. അങ്ങനെ ഉണ്ടല്ലോ. ഈ വചനം കഠിനമാണെന്ന് കുറച്ച് പേര് പറഞ്ഞല്ലോ, ശിഷ്യന്മാർ പറഞ്ഞല്ലോ. അപ്പോൾ ചില ആൾക്കാർ കഠിന വചനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരാണ് ജീവിതത്തിലെ. ഇളയ മകനെയാണ് അപ്പൻ്റെ അമ്മയുടെയും ജീവനാംശം വെച്ചിരിക്കുന്നത്. ഇളയ മകൻ ആ ജീവനാംശം വെച്ചുകൊണ്ട് അപ്പനെയും അമ്മനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഫ്ലാറ്റിൽ താമസിക്കാൻ. കാരണം ഭാര്യയ്ക്ക് ജോലി അകലെയായതുകൊണ്ട്. പക്ഷേ വലിയമ്മച്ചയ്ക്ക് അവിടെ താമസിക്കാൻ പറ്റണില്ല ഫ്ലാറ്റിൽ. അവർ പറമ്പിലൊക്കെ ഓടി കിടന്ന ആൾക്കാരല്ലേ. ഇപ്പോൾ അവർക്ക് കാലം നീരായി. അവർ തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പം തിരിച്ചു വരുമ്പോൾ താമസിക്കാൻ സ്ഥലമില്ല. ജീവനാംശം മകൻ വിറ്റിട്ടാണ് ഫ്ലാറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെന്ത് ചെയ്യും? ചേട്ടായിയുടെ ഭാര്യ പറഞ്ഞ്, അപ്പനെ നമുക്ക് വിലക്ക് വാങ്ങിക്കാൻ പറ്റുമോ? അപ്പനുള്ളിടത്തോളം കാലമല്ലേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുമെങ്കിൽ അപ്പനും കഴിക്കും. അപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, അമ്മനെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വചനം കഠിനമാണ്.
അവർ വിട്ടുപോകാൻ തയ്യാറല്ല. അവർ അപ്പൻ്റെ അമ്മയുടെയും ജീവനാംശം കിട്ടിയില്ലെങ്കിൽ പോലും, അത് അനുജനിയാണ് കിട്ടിയെങ്കിൽ പോലും അപ്പനെയും അമ്മനെയും കർത്താവിൻ്റെ വചനത്തെ പ്രതി ഉപേക്ഷിക്കാൻ തയ്യാറല്ല, വിട്ടുപോകാൻ തയ്യാറല്ല. എന്തിനാണ്? നിത്യജീവന്റെ വചനങ്ങൾ. കൈയിടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ലുക്കാ 5:40 ആണ് യോഹന്നാൻ 6:60 പറയുന്ന കഠിനവചന നിങ്ങളുടെ ഒരു ഉദാഹരണം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലെങ്കിൽ കൂടി വിട്ടുകൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് അല്ല കേസുണ്ടാക്കി. അതായത് ഈശോ പറയണത് അവനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ച് കഴിയുമ്പോൾ അവൻ വിട്ടുപോവാതിരിക്കാൻ അവൻ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പൊന്ന് വിട്ടുപോകും, ചിലപ്പോൾ വെള്ളി വിട്ടുപോകും. വിട്ടുപോകാത്ത ഒന്നുണ്ട്, അതും പത്രോസ് പറഞ്ഞതാണ്. വെള്ളി എന്നെ വിട്ടുപോയി, സ്വർണവും എന്നെ വിട്ടുപോയി. എന്താണ്? കർത്താവിൻ്റെ വാക്ക് കേട്ടത് കാരണം. സ്വർണം വെള്ളിയും കർത്താവിൻ്റെ വാക്ക് കേട്ടത് കാരണം എന്നെ വിട്ടുപോയി. എന്നെ വിട്ടുപോകാത്ത ഒന്നുണ്ട്, കർത്താവ് യേശു ക്രിസ്തു നാമം കൈയടിച്ച് കിടന്നാണ്. ഹല്ലേലൂയ. വെള്ളി വിട്ടുപോയിട്ടും സ്വർണം വിട്ടുപോയിട്ടും പത്രോസിനെ ഈശോ എന്നാ വിട്ടുപോകാതിരുന്നത്? കാരണം അവൻ ജെറുസലേം വിട്ടുപോകാതിരുന്നത് കൊണ്ടാണ്. ഇല്ലേ? ഈശോ ക്രൂശിക്കപ്പെട്ടിട്ടും സമ്പത്ത് യൂദാസ് അടിച്ചു മാറ്റി ആത്മഹത്യ ചെയ്തിട്ടും ഉള്ളവും വലിയ കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടിട്ടും സ്വന്തം ജീവന് നേരെ ഭീഷണി വന്നിട്ടും നാട്ടിൽ പട്ടിണിയായിട്ട് കഴിഞ്ഞു കൂടിയിട്ടും കർത്താവിൻ്റെ വാക്ക് അവൻ വിട്ടുപോയില്ല. അവൻ ജെറുസലേമിൽ തന്നെ ഉണ്ടായിരുന്നു. ദയവേദലേ, വെള്ളി നിന്നെ വിട്ടുപിരിഞ്ഞാലും സ്വർണം നിന്നെ വിട്ടുപിരിഞ്ഞാലും കർത്താവിൻ്റെ വചനം നിന്നെ വിട്ടുപിരിഞ്ഞില്ലെങ്കിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. അനുദിന ജീവിതത്തിനേക്കാളുപരി നിത്യജീവനെ പ്രാധാന്യം കൊടുത്താൽ, അതാണ് പത്രോസ് ജെറുസലേം വിട്ടുപോവാതിരുന്നത്. കർത്താവിൻ്റെ വചനങ്ങളെ പ്രകാരം ജെറുസലേമിൽ തന്നെ പത്രോസ് തങ്ങിയത്. തൻ്റെ ജീവനേക്കാളുപരി കർത്താവിൻ്റെ കഠിന വചനങ്ങളെ നിത്യജീവൻ്റെ വചനങ്ങളായി തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി, എൻ്റെ ജീവനേക്കാൾ വലുതാണ് കർത്താവിൻ്റെ വചനങ്ങളെന്ന്. അത് നിത്യജീവൻ്റെ വചനങ്ങളായത്. നിത്യജീവനെക്കുറിച്ച് ഇത്രയും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പോസ്തലൻ ഉണ്ടായിട്ടില്ല. കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ വാളൂരി വെട്ടിയപ്പോഴേ കർത്താവ് അവനോട് പറഞ്ഞതാണ്. എന്ത് പറഞ്ഞു? വാള് ഉറയിലിടാൻ പറഞ്ഞു. എന്നിട്ട് പാവപ്പെട്ടന് വാള് ഉറയിലിട്ട്. കഠിന പദമായിരുന്നത്, കഠിന വചനമായിരുന്നു കർത്താവ് പറഞ്ഞ്. കാര്യം എന്താ? അവനെ വെട്ടാൻ വേണ്ടി 100-200 വാള് ചുറ്റോട് തിരിഞ്ഞ് നിൽക്കണ്ടേ. അപ്പോഴവൻ വാളുറയിടുന്നത് ബുദ്ധിയാണോ? ആണോ? അല്ല. തടുക്കണമെങ്കിലും വാള് വേണ്ടേ? അപ്പം കർത്താവ് പറഞ്ഞ വചനം കഠിന വചനമാണ്. ഈ കഠിന വചനം പറഞ്ഞിട്ട് ഈ വചനം കഠിനമാണ്, ഇതാർക്ക് ഗ്രഹിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ വാളുറയിലിടാതെ അവിടെ നിന്നില്ല. അവൻ ജീവൻ പണയം വെച്ചുകൊണ്ട് അത് കർത്താവാണ് പറഞ്ഞത്, നിത്യജീവൻ്റെ വചനങ്ങളാണ്. അത് കഠിന വചനമായാലും ഈ ജീവിതമല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ നിത്യകാലം ജീവിക്കാൻ വേണ്ടി അത് നിൻ്റെ മക്കളാണല്ലോ എന്ന് ആദ്യമായി മനസ്സിലാക്കിയ അപ്പോസ്തലനാണ്. ദൈവവേദലേ, കർത്താവിൻ്റെ വചനങ്ങൾ കഠിന വചനമാകുമ്പോൾ നമ്മളോടും ചിലപ്പോൾ നിരായുധനാകാൻ പറയും. അതാണ് കഠിന പദം. അപ്പോൾ കർത്താവിനെ വിട്ടുപോകാതിരുന്നാൽ കർത്താവ് നമ്മളെ ഒരിക്കലും നിത്യത വരെ വിട്ടുപോകത്തില്ലെന്നാണ് പത്രോസിൻ്റെ സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ. പദങ്ങളെയൊക്കെ കഠിന വചനങ്ങളെയൊക്കെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവൻ പാലിച്ചിട്ട് കർത്താവിൻ്റെ വചനം കേട്ട് വാള് ഉറയിലിട്ട് നിരായുധനായി മാറുമ്പോഴും
തൻ്റെ ജീവന് ഭീഷണി ഉണ്ടായിട്ട സമയത്ത് പോലും ജെറുസലേം വിട്ടുപോകാതെ കർത്താവിൻ്റെ വചനങ്ങളെ പാലിച്ചുകൊണ്ട് അവൻ ജെറുസലേമിൽ തന്നെ തങ്ങുമ്പോഴും അതിനൊക്കെ ഒരു കാരണം അവൻ പറയും അവസാനം. അതവനെക്കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ കർത്താവിനെന്ത് കൊതിയാ. കർത്താവ് ഒരു ചോദ്യം ചോദിക്കും, പരപത്രോസേ, നിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമാണിത്. നീ ആരാണെന്ന്, നീ എനിക്കാരാണെന്ന് നീ പറയണം. ഞാൻ ആരാണെന്നാണ് നീ പറയണതെന്ന് പറയും എന്ന് പറഞ്ഞ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെ കർത്താവ് വേറെ ഒരു സമയത്ത് ചോദിക്കും, ഇവരെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. രണ്ടും ചോദ്യം ഒന്ന് തന്നെയാണ്. ഞാൻ ആരാണെന്നാണ് നീ പറയണത് എന്ന ചോദ്യത്തിന് തന്നെ മറുപുറമാണ്, അതിൻ്റെ സമാന്തരമായിട്ടുള്ള സമചോദ്യമാണ് എന്താണ്, എല്ലാവരെക്കാളുപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞ മറുപടി എന്താണ്? കർത്താവേ, അങ്ങക്ക് എല്ലാം അറിയാം. എല്ലാം അറിയാമെന്ന് വെച്ചാൽ നിൻ്റെ വചനം കേട്ടപ്പോഴേ ഞാൻ നിരായുധനായി വാളൂരിയിട്ട് എൻ്റെ ജീവനേക്കാൾ ഉപരി നിൻ്റെ വചനത്തെ സ്നേഹിച്ചവനാണ് ഞാൻ. അതിൻ്റെ സ്നേഹത്തിൻ്റെ പേരിലാണ്. എല്ലാം അറിയാവുന്ന ഒരവസ്ഥ നമ്മളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി നമ്മൾ നടത്തിയ സാക്ഷ്യങ്ങൾ, അതാണ് നമ്മുടെ സ്വത്തെന്ന് പറയണത്. നോൻപ് കാലത്ത് ഞാൻ പറഞ്ഞു, നോൻപ് കഴിയുമ്പോൾ ആത്മശക്തിയുള്ളവരായി നമ്മൾ തിരിച്ചു വരുമെന്ന്. ആത്മശക്തി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ശക്തനായവൻ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ്. മനസ്സിലായില്ലേ? ശക്തൻ എങ്ങനെയാണ് കൂടെ നിൽക്കണം നിർത്തണത്? അവൻ്റെ കഠിന വചനങ്ങൾ നിത്യജീവൻ്റെ വചനങ്ങളായിട്ട് നമ്മുടെ ജീവനേക്കാളുപരി, അനുദിന ആവശ്യങ്ങളെക്കാളുപരി അവനെ നമ്മൾ പത്രോസിനെ പോലെ സ്നേഹിക്കുമ്പോഴാണ്. അവനെ സ്നേഹിക്കുമ്പോഴാണ് അവൻ്റെ വചനം, കഠിന വചനങ്ങൾ പത്രോസിന് ലഘുവായിട്ട് തോന്നിയത്. കർത്താവ് പറഞ്ഞതാണത്, എൻ്റെ വചനങ്ങൾ മധുരമാണ്, എൻ്റെ മുഖം ലഘുവാണ്. എപ്പോഴാണ്? പത്രോസിനെ പോലെ സ്നേഹിക്കുമ്പോൾ. നോൻപ് സ്നേഹത്തിൻ്റെ ഒരു കാലമാണ്. കഠിന വചനങ്ങളെ, ലഘുവചനങ്ങളെ അനുഭവിക്കാൻ പത്രോസിനെ പോലെ നമ്മളെ പരുവപ്പെടുത്തുന്ന ആധ്യാത്മിക അഭിഷേകത്തിൻ്റെ കാലമാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പത്രോസിനെ പോലെ നിത്യജീവനെ ലക്ഷ്യം വെച്ച് യേശുവിൻ്റെ സ്നേഹത്താൽ എരിവുള്ളവരായിട്ട്, കഠിന വചനങ്ങളെന്ന് മറ്റുള്ളവർ പറയണത് ലഘുവചനങ്ങളായി സ്നേഹത്താൽ മധുരതരമാക്കാൻ കർത്താവേ ഈ നോൻപിലൂടെ എന്നെ പരുവപ്പെടുത്തണമേ. എല്ലാ സമയത്തുമുള്ള, എല്ലാ ദിവസങ്ങളിലുമുള്ള സാക്ഷ്യങ്ങളിൽ, ആരാധന സമയത്തുള്ള കയ്യൊപ്പ് പ്രാർത്ഥനയിലുള്ള സൗഖ്യങ്ങൾ, ജനങ്ങൾ ഇന്നും സാക്ഷ്യം പറഞ്ഞതാ. ഇപ്പോഴ് ഉദര ഭാഗങ്ങളിലുണ്ടാകുന്ന വേദനയെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഉദരഭാഗത്ത് കൈവച്ച് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇത് വളരെ ഗൗരവതരമായി എൻ്റെ സഹോദരങ്ങൾ സ്വീകരിക്കണം. കാര്യം നമുക്ക് അനവധി സാക്ഷ്യങ്ങൾ ഈ സമയത്ത് ലഭിച്ചിട്ടുണ്ട്. ഗർഭാശയ രോഗങ്ങൾ മാറിയത് കിട്ടി, ആർത്തവ വേദനയെക്കുറിച്ചും അതിൻ്റെ ബ്ലീഡിങ്ങിനെക്കുറിച്ചുള്ള സൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങൾ കിട്ടി, ഓപ്പറേഷൻ ടൈമിലുണ്ടാകുന്ന അസ്വസ്ഥതയും പ്രയാസങ്ങളും മാറുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു, മൂത്രാശയത്തിലെ സിസ്റ്റുകൾ, ഇങ്ങനെ കുറേ രോഗങ്ങൾ യൂട്യൂബിൽ സൗഖ്യപ്പെട്ടവരെ സാക്ഷ്യം പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദരത്തിൽ കൈവെക്കുക. ഉദരസംബന്ധമായ അനേകം രോഗങ്ങളാണിന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത്. കുടലിലെ കുരുക്കൾ, അൾസർ, അരസസ്, പിസ്റ്റുല, PCOD രോഗങ്ങളാണ്. എല്ലാ രോഗങ്ങളുള്ളവരെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. പിഷരോഗങ്ങൾ, മക്കളില്ലാത്തവർ, ഗർഭാശയമുള്ളവർ, ഗർഭാശയത്തിൽ മുഴയുള്ളവർ, ഫെല്ലോട്ടിൻ ട്യൂബ് മുറിച്ച് മാറ്റപ്പെട്ടവർ, ഒരു ട്യൂബ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മക്കളില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഒക്കെ അടിവയറ്റിൽ കൈവെക്കുക.